അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാന 65-കാരനെ ചവിട്ടിക്കൊന്നു. വൈശ്ശേരി സ്വദേശി പുല്ലേർക്കാട്ട് മോഹനനാണ് മരിച്ചത്. വീടിന് സമീപത്തെത്തിയ കാട്ടാനയെ തുരത്തുന്നതിനിടയിലായിരുന്നു ആക്രമണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. അതിനിടെ മരണപ്പെട്ട മോഹനന്റെ കുടുംബത്തിന് 14 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. പുലർച്ചെ 2 മണിയോടെയാണ് ആന ജനവാസ മേഖലയിലേക്ക് എത്തിയത്. 2:30 പൊടുന്നനെ മോഹനന്റെ വീടിന് സമീപത്തേക്ക് കാട്ടാന കടന്നുവരികയായിരുന്നു. വീടിന് പിൻഭാഗത്തുള്ള തെങ്ങിൽ നിന്ന് കരിക്കുകൾ പറിച്ചു തിന്നുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ മോഹനനും ബന്ധുക്കളും അയൽവാസികളും ചേർന്ന് ആനയെ തുരത്താൻ ഇറങ്ങുകയായിരുന്നു. പന്തം കത്തിച്ച് ആനയെ തുരത്താനുള്ള ശ്രമത്തിനിടെയാണ് ആന മോഹനനെ ചവിട്ടി വീഴ്ത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശത്ത് സ്ഥിരമായി കാട്ടാനയെത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചു വരികയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ആവലാതികളുമായി വനംവകുപ്പിന്റെ അടുത്തെത്തുമ്പോൾ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഇവിടെ നിന്ന് ആനയൊക്കെ വന്ന് ഫോറസ്റ്റുകാരെയൊക്കെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ആ സമയത്തൊക്കെ വരാറില്ല. ഈ ഭാഗത്ത് എപ്പോഴും ആനശല്യാണ്. ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഗ്രാമമാണെങ്കിൽ പോലും ഇവിടെ ആനശല്യം കാരണം കൃത്യമായിട്ട് ഉറങ്ങാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇവിടെ വേലിയൊക്കെ ഇട്ടുണ്ടായിരുന്നു മലയുടെ സൈഡിൽ. അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം കൊണ്ട് വേലി ഇപ്പോൾ വർക്ക് ചെയ്യണില്ല. അടിയന്തരമായിട്ട് ആ വേലി ശരിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA-യും പ്രാദേശിക ജനപ്രതിനിധികളും സമരത്തിൽ പങ്കാളികളായി. വനംവകുപ്പ് മന്ത്രിയുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും MLA ഫോണിൽ സംസാരിക്കുകയും വിഷയത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് ഉറപ്പും ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മോഹനന്റെ കുടുംബത്തിന് 14 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുകയും ആനയെ റീലൊക്കേറ്റ് ചെയ്യാനും തീരുമാനിച്ചു. ഫെൻസിംഗുമായി ബന്ധപ്പെട്ട തകരാറുകൾ പരിഹരിക്കാനും 1-ാം തീയതി വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ പ്രത്യേക യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Classes play class to standard 4. Our specialties: quality education, smart class, music, dance and yoga, molding future generation, kids loving passionate teachers, vehicle facility available, an integrated package at affordable cost. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Email kvmenglishmediumschool@gmail.com. Web kvmems.in. Learn every moment. Live long life.